നല്ലോണം തൂക്കേട്ടാ. ഇത്ര നേരം എവിടെ പോയിരുന്നു? അവൾക്ക് ഇത്ര നേരം എവിടെ പോയിരുന്നു? ചോദിച്ചതിന് മറുപടി പറയാം. ഇത്ര നേരം എവിടെ പോയിരുന്നു? തൂക്കാൻ ഇങ്ങോട്ട് നല്ലോണം തൂക്കേട്ടാ. ഈ മാസത്തെ ശമ്പളം മേടിച്ചാ? ശമ്പളം മേടിച്ച നിന്റെ കെട്ടിന് വന്നാ? എപ്പോ വന്ന് നോക്ക്, എന്റെ മുഖത്ത് നോക്ക്. ചോദിച്ചതിന് ഇതൊക്കെ എടുത്ത് കളയുന്നല്ലേ? ചോദിച്ചതിന് മറുപടി പറയാം. ശമ്പളം എത്ര ഉണ്ട് നിനക്ക്? ശമ്പളം എത്ര ഉണ്ട്? അല്ല അല്ലേ, ഈ വീട്ടിലെ കൊച്ചാണോ? അയ്യേ, കെട്ടിയാനും കൊണ്ട് പോയി. എത്ര വർഷമായി? എന്റെ വീട്ടിലും കൂടെ വരുമോ ഇച്ചിരി സഹായിക്കാൻ? ഒന്ന് വരും. പറ്റൂല, ഞാൻ വിടൂല. 5000 രൂപ വിടൂ. അതൊന്നും വിടൂല. പൈസ ഒന്നും നമുക്ക് വേണ്ട. എന്റെ 5000 രൂപ തരാം, എന്നെ വിടൂ. അത് പറ്റൂല. 5 ലക്ഷം രൂപ എന്നാ ഞാൻ 5 ലക്ഷം രൂപ തരുമെന്ന് വരും. 5 ലക്ഷം തരുമോ? നീ പോണോ അവരെ കൂടെ? 5 ലക്ഷം രൂപ തരുമോ? എന്നാ വിടാം. 5 ലക്ഷം രൂപ തരുമോ? എന്നാ 5 ലക്ഷം രൂപ 5 ലക്ഷം രൂപ തരുമെങ്കിൽ അവരെ കൂടെ പൊക്കോ. ഇത് കോമഡി ആയിരുന്നു കേട്ടാ. ഞാൻ പറഞ്ഞു ഒത്തിരി ചെയ്യട്ടെ. 5 ലക്ഷം രൂപ തരാണോ? നീ ഡൈ ഇടണ്ട. ഇട്ടാരെങ്കിലും തട്ടിക്കൊണ്ട് പോയാലാ? വിടണ്ട. നീ അപ്പുറത്ത് ചെറുക്കൻ്റെ കൂടെ പോയാൽ ചെയ്തിട്ടാണ് നീ അവന്റെ കൂടെ പോയത്. ഉത്സവം കാണാൻ പോയി. എന്തിന് പോയാ? അടുത്ത് ചോദിച്ചിട്ട് പോയ നീ? അടുത്ത് ചോദിച്ചിട്ട് പോയി. ഓമനക്കുട്ടന്റെ കൂടെ. ഓമനക്കുട്ടൻ നിന്റെ ആര്? ഒന്നും കഴിച്ചില്ലേ നീ? ഞാൻ പറഞ്ഞോട് ഇച്ചിരി അരി വൈകിട്ടാകുമ്പോ കടന്ന് വേവിക്കാന്ന് പറഞ്ഞിട്ട് അത്ര മതി. നീ എപ്പോഴെപ്പോഴും വാരി തിന്നുന്ന എന്തിന്? കുറേ തിന്നാ പോരെ? നിനക്ക് കുറച്ച് തിന്നാ പോരെ? അത്ര കറി വെക്കാനാണ് നല്ല ചൂരക്കറിയും വെന്ത് വെന്തൂടായിരുന്നു, ഇട്ടൂടായിരുന്നു. അത്രയൊക്കെ തിന്നാ മതി. എത്ര രൂപ? നമ്മൾ ഒരു കാലം ചക്ക കുഴച്ച് നല്ല വൃത്തിയാക്കി അതാര് പറഞ്ഞു? മരുമോള് പറഞ്ഞു. ഇപ്പൊ ഈ വൈകിട്ടാവുമ്പോ കിടന്ന് വഴക്കൂടണമായിരുന്നു. ഞാൻ പറഞ്ഞതല്ലായിരുന്നു ഒരു ചക്ക കുഴച്ച് വെച്ച് ചക്ക ഇരിപ്പുണ്ട്. വൈകിട്ടാകുമ്പോ കിടന്ന് അത്ര ഇട്ടാ പോരെ? അരി വേണ്ടേ? ഒരു ചക്ക അരി മേടിച്ച് വെച്ചേക്കുന്ന അത്രയും തെള്ളി തന്നാ മതി. നിനക്ക് എത്ര വേണം ചോറ്? ഇത്ര പോരെ എനിക്ക്? കുഴച്ച് കേട്ടുന്നു വേണ്ട. ഞാൻ ഇച്ചിരി എന്തായാലും തിന്നാണെങ്കിലുള്ള വരക്കേ ഉള്ളു. വേറെ ആരും കൂടെ അതിന്റെ കൂടി ഇടത്തും. അല്ലോ, ഇച്ചിരി എല്ലാവർക്കും വാരി ഇരുന്ന് തിന്നാ ഒരു വക ചെയ്യത്തില്ല. ഞാൻ പറഞ്ഞ 4 മണി 5 മണി ആവുമ്പോ പറഞ്ഞ അവള് നാരിയേരി തരത്തില്ല. നമുക്ക് നാരിയേരി അവള് തരൂല. അത്ര ദുഷ്ടത്തിയാണ്. പിന്നെ അവളെ കൂടെ പോണോ? നിനക്ക് പോണോ? നിനക്ക് പോണോ? അവളെ കൂടെ പോണോ? ഞാൻ എന്നാടി നാഴിയേരി നിനക്ക്? ഞാൻ ഒരു ജോലിയും ചെയ്യില്ല നീ പറഞ്ഞല്ലേടി. ഞാൻ മീൻ വെട്ടി, ഞാൻ മീൻ കറി വെച്ച്, ഞാൻ ചക്ക കഴിച്ച്. എന്താടി ഇത്രയും ജോലി? നേരം ആവുമ്പോ അറിയാവല്ലോ. എന്താടി ഇന്നത്തെ ദിവസം ഈ നേരം ആവുമ്പോ അറിയാവല്ലോ. എന്തൊരു അറിയാമോ? ഉള്ളതുകൊണ്ട് ഓണം പോലെ കഴിയണം. അതാ, അത് നീ പഠിച്ചിട്ടില്ല. നീ ഇങ്ങനെ ഉച്ചക്കഞ്ഞി കുടിക്കാൻ മാത്രം പഠിച്ചാൽ മതി. അത്
മതിയടി. നീ എപ്പോഴും എനിക്ക് കഞ്ഞി മതിയല്ലേ. എനിക്ക് ഇച്ചിരി കഞ്ഞി മതിയടി. എന്റെ കുഞ്ഞു വയറല്ലേ, നിന്റെ ആന പോലത്തെ വയറല്ലേ. ഉച്ചയാകുമ്പോ നിനക്കൊരു ഇച്ചിരി എനിക്ക് ചിരി 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 എനിക്ക് ചിരി 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 ചിരി. നിനക്ക് താഴെ എന്തിനാ വന്നു പോകും. തേഞ്ഞു പോകും. ഒരു നേരം ഉച്ചക്കഞ്ഞി ഉച്ചക്കഞ്ഞി കുടിക്കത്തേ ഉള്ളൂ. ഒരു വക തരൂലെന്ന് പറയാം. എനിക്ക് വേണ്ട, എനിക്ക് കഞ്ഞി മതി. വന്നേക്കുന്നു ഞാൻ മൃഗമായോണ്ടല്ലേ നാഴിയരി കുറച്ചിട്ടത്. നാഴിയരി കുറച്ചിട്ട നാളെ അമ്മക്ക് കഞ്ഞി കുടിക്കാം. അപ്പൊ നാളെ കുടിക്കുവോ? അവിടെ പോയി കുടിക്കും. ഞാൻ ഇന്നിപ്പോ നാളെ ഓടിപ്പോയി അവിടെ പോയി ഞാൻ അവിടെ പോകും. നീ നാളെ അടുക്കള കേറരുത് ഇനി മേലെ. എടി ഞാനാണോ അരി എടുത്തത്? കോരി അങ്ങ് ഇങ്ങനെ കുത്തി കയറ്റി നീ അങ്ങനെ കുത്തി കയറ്റി എടുത്ത്. വലിയ കുഴപ്പമാണ്. ഈ രാത്രിയാവുമ്പോ നല്ലതായിട്ടൊന്നും തിന്നൂല. രാത്രി ഞാൻ അങ്ങനെ ഭക്ഷണം കഴിക്കൂല. രാത്രിയാവുമ്പോ ചിക്കൻ കറിയും നല്ല എന്തെങ്കിലും കിട്ടിയെന്ന് നല്ലതായിട്ട് കുഴച്ചൊക്കെ തിന്നായിരുന്നല്ലേ? ഇപ്പൊ മന്തി മേടിച്ചാ കഴിക്കുവോ? മന്തി കഴിക്കുവോ? കോഴിക്കാല് വേണം കടിച്ച് മറിച്ച് മുറിച്ച് നല്ല കോഴിയുടെ കാലം കൊണ്ട് കടിച്ചു മുറിക്കണം. കടിച്ചിങ്ങനെ കടിക്കും. എത്ര രൂപയ്ക്ക് മേടിക്കണം? ഒരു 10,000 2,000 രൂപയ്ക്ക്. ഇപ്പൊ രാത്രി വല്ല പൊറോട്ട ഇറച്ചിയെ ഇതിനെ തുറന്നു തോന്നുന്നു. അത് തോന്നുന്നു ലക്ഷണമല്ല നിനക്ക് അറിയാം. പക്ഷെ ഇന്നലത്തെ 500 എടുത്തോണ്ട് വന്നാൽ ഞാൻ ഇപ്പൊ മന്തി അടിച്ചോണ്ട് വരാം. മണിയമ്മേരെ 500 രൂപ. മണിയമ്മേരെ 500 രൂപ എടുത്തോണ്ട് വാടി. 500 രൂപ ആരെടുത്ത്? ആരെടുത്ത്? മണിയമ്മേരെ 500 രൂപ ആരെടുത്ത്? ഇച്ചിരി ഒരു ഡൈ വെച്ചിട്ട് എന്റെ എടുത്ത് അടിച്ചോണ്ട് പോയി. ഈ പെണ്ണായിരിക്കും. ഈ പെണ്ണ് ഇവളാണ് കുഴപ്പം. നാഴി അരി തരാത്തവള്. അവളെ പേരിട്ട് നാഴി അരികള് തരാത്തവള്. പേരും തരാം. അടിച്ചുകൂടായിരുന്നു. നമുക്ക് ഒന്നിച്ച് ഡൈ അടിച്ചൂടെ? ഒന്നിച്ച് ഡൈ അത് മാറിയും തിരിഞ്ഞു. അവിടെ ഒറ്റയ്ക്കൊന്നും അടിച്ചാൽ മതി. അടിക്കാൻ ചാറ് വന്ന് കാണിച്ചു കൊടു. നിനക്ക് നാഴി അരി തന്നൂടെ? തുള്ളമ്മ 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 തുമ്പി തുള്ളമ്മ തുമ്പി തുള്ളമ്മ ഓടുമ്പ തള്ളമ്മ തള്ളു. നിന്റെ പല്ലെന്തേരി ഇത്? നിന്റെ പല്ല് എവിടെ പോയി? പല്ല് ആരടിച്ചു ഓടിച്ചു? ആരാണ് അടിച്ചു ഓടിച്ചത്? എന്റെ കളഞ്ഞു പോയി. രാത്രി ഉറങ്ങിയപ്പോ ആരാ ഊരിക്കൊണ്ടു? നിന്റെ അതോടെ പോയി. കൊച്ചിയിലുണ്ടാ? അതാരെടുത്തോണ്ട് പോയെന്ന് വെച്ചാണ് ആരെടുത്തോണ്ട്? പട്ടി എടുത്തോണ്ട് പോയി. പട്ടി എടുത്തത്? ഏത് പട്ടിയെന്ന് വെച്ചാൽ വെപ്പുമല്ലായിരുന്നു അടി വെച്ച പട്ടി വന്ന് കടിച്ചു. ഉറങ്ങി കിടന്നപ്പോഴേ വെളുത്തിരിക്കണ കറുത്തിരിക്കുന്നു. ഒന്ന് നോക്കിയാണ് കണ്ണാടിയില്. അങ്ങോട്ട് നിന്ന് അടുത്തോട്ട് ഡൈ മേടിച്ചോണ്ട് പോയ അവളായിരിക്കും. അവള് അത് അരി തരാത്തോള്. അതല്ല ഇല്ല, ഞാൻ എടുക്കുന്നല്ല. അയ്യത്താണ് കളയുന്ന. സത്യം കണ്ടാ തുറന്നു വന്നത്. മനസ്സിലായ? എനിക്ക് ഡൈ ഒക്കെ തരുന്നായിരുന്നു. ഇപ്പൊ തരൂല. നാഴി അരി തന്നില്ല. പിന്നെയാണ് നീ ആ ചക്ക ഉണ്ട് കുഴച്ച് തിന്നൂടെ? നല്ല മീൻകറി ചക്ക അങ്ങോട്ട് കുഴച്ച് എന്തുവാണ് ഇതൊക്കെ? ഇവിടെ നമുക്ക് സൂര്യനാട്ട് കൊണ്ട് കളയാം. സൂര്യനാട്ട് കൊണ്ട് കളയാം അല്ലേ? അവളെയാണോ ഇഷ്ടം? എന്നെയാണോ എനക്ക് ഇഷ്ടം? ഞാനാണ്. എന്നെയാണോ ഇഷ്ടം? അവിടെയാണോ ഇഷ്ടം? പറ. എന്നെയാണോ ഇഷ്ടം? എന്നെയാണോ ഇഷ്ടം? അപ്പച്ചീനെയാണോ ഇഷ്ടം? ആരെയാണ് ഇഷ്ടം? പറ. നിനക്ക് ആരെയാണ് ഇഷ്ടം? ഈ മോളെയാണ് ആ മോളെയാണ്? നാഴി അരി തരാത്തോളം അടുത്താണ് എൻ്റെ അടുത്താണ് സ്നേഹം. അത് അതാ ഇഷ്ടം.
അത് ഇഷ്ടമാണ്, അത് തരൂലായിരുന്നു. മോളെ കാണാൻ നിനക്ക് എന്നെയാണ് ഇഷ്ടം അവളെയാണ് ഇഷ്ടം? എനിക്ക് മോളെ കാണാൻ അത് കൊടുത്തേ അതുപോലത്തെ മോനും മോള് കാണാൻ കാണാം. അല്ല അത് കൊടുത്തേ ചോദിക്കുന്ന കാര്യം നീ അല്ല പറഞ്ഞില്ലേ നിന്റെ അടുത്ത് ഞാൻ പറഞ്ഞാൽ മനസ്സിലായി. പറഞ്ഞില്ല അത് നിനക്ക് പറഞ്ഞ കേട്ടുകൂടെ? നിനക്ക് ഞാൻ പറഞ്ഞ കേട്ടില്ലേ? ചൂലച്ചടിക്കും. നിന്റെ അടുത്ത് ഞാൻ പറഞ്ഞില്ലേ? പറഞ്ഞോടി. നിന്റെ അടുത്ത് അല്ലേ പറഞ്ഞോടി. ജാതി കയറി